ഈ കഴിഞ്ഞ ദിവസം കേട്ട ഏറ്റവും നല്ലൊരു കോമഡിയാണ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഷാഫി പറമ്പിൽ എത്തുന്നു എന്നുള്ളത്. ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ പിണറായി വിജയൻ തോൽക്കുമെന്ന് പറഞ്ഞ കൊമേഡിയൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണാണ്. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോ ഇക്കാര്യം പറയുന്നത്. ഇത് പറയുന്ന ഷാഫിയുടെ കപ്പാസിറ്റി ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കെ സുധാകരൻ മത്സരിക്കുമ്പോൾ പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ 2019 22 വോട്ടുകൾ അധികം കിട്ടി. പിണറായി വിജയന്റെ അയൽക്കാരായിട്ടുള്ളവർ കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ എന്നാൽ പിണറായി വിജയൻ വീട്ടിൽ ഇരിക്കുമെന്നാണ് ജിൻഡോ പറഞ്ഞത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏറെ പരിഹാസമാണ് ഈ പോസ്റ്റിന് കിട്ടുന്നത്. ഷാഫിയുമായി ജിൻഡോക്ക് മുൻവൈരാഗ്യം എന്തോ ഉണ്ടെന്നും അയാളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്നും കുറെ പേർ കളിയാക്കുന്നു. കേരള നിയമസഭ അംഗമായി ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ കൂത്തുപറമ്പ് ലോക്കപ്പിൽ വെച്ച് കരുണാകരന്റെ പോലീസ് കൊല ചെയ്യാൻ ശ്രമിച്ച ആളാണ് ഈ പിണറായി വിജയൻ. മരിച്ചില്ലെങ്കിലും അന്ന് കാൽ തല്ലി ഒടിച്ചിരുന്നു. ആ കാലുമായാണ് ഇന്ന് കേരളം മുഴുവൻ പിണറായി നിറഞ്ഞു നിൽക്കുന്നത്. പിണറായി പഞ്ചായത്തിലെ 21 വാർഡിൽ 21ലും ഈ ഇലക്ഷനിലും വിജയിച്ചത് LDF തന്നെയാണ്. പിണറായി വിജയനോട് നേർക്കുനേർ നിൽക്കാൻ പോലും കഴിവില്ലാത്ത ഷാഫി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് നന്നായി പഠിക്കണം എന്നാണ് പലരും പറയുന്നത്. ധൈര്യമുണ്ടെങ്കിൽ MP സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമെന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഷാഫിക്ക് പാർലമെന്റും അസംബ്ലിയും കാണാൻ കഴിയില്ലെന്നും ആളുകൾ പരിഹസിക്കുകയാണ്. ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല, എന്നാൽ കഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയാകും ജിൻഡോയുടെ വാക്ക് കേട്ടാൽ ഷാഫിക്ക് ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന ഉമ്മൻചാണ്ടി അരനൂറ്റാണ്ട് കാലത്തോളം നിയമസഭയിലുണ്ടായിരുന്നു. 12 തവണ തുടർച്ചയായി നിയമസഭാ ഇലക്ഷനിൽ ജയിച്ച ആളാണ് അദ്ദേഹം. ആ മത്സരങ്ങൾ എല്ലാം പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു എന്നതും കൂടി ഓർക്കണം. പിണറായി വിജയൻ 6 തവണയാണ് നിയമസഭയിലേക്ക് എത്തിയത്. അതിൽ 3 തവണ അദ്ദേഹം വിജയിച്ചത് കൂത്തുപറമ്പിൽ നിന്നായിരുന്നു. 1970, 1977, 1991 എന്നീ വർഷങ്ങളിലാണ് അവിടെ നിന്നും പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ചത്. 1996 പിണറായി ജയിച്ചത് പയ്യന്നൂരിൽ നിന്നാണ്. പിന്നീട് കഴിഞ്ഞ 2 ഇലക്ഷനിലാണ് അദ്ദേഹം ധർമ്മടത്ത് നിന്നും വിജയിക്കുന്നത്. 2021 ജയിക്കുമ്പോൾ എതിരാളിയേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു. യുവാക്കളുടെ രോമാഞ്ചമെന്നും യുവരക്തമെന്നും ആഘോഷിക്കപ്പെടുന്ന ഷാഫി പറമ്പിലും പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിലും മധ്യവയസ്കരായിട്ടും KSU നേതാക്കളായിട്ടും തുടരുന്ന കോൺഗ്രസുകാരും ഓർത്തിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. ഇന്നും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡിന്റെ കഥയാണത്. 1970 കൂത്തുപറമ്പിൽ നിന്നും വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന് 25 വയസ്സായിരുന്നു പ്രായം. കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവെന്ന ആ റെക്കോർഡാണ് പിണറായി വിജയൻ ഇപ്പോഴും ഉള്ളത്. 75 തീർത്ത ആ റെക്കോർഡ് ഇന്നും തകർക്കാൻ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ കഴിഞ്ഞിട്ടില്ല. ഷാഫിയും മാങ്കൂട്ടത്തിലുമൊക്കെ ആഘോഷിക്കുന്ന ഈ യൂത്ത് പീരീഡൊക്കെ കഴിഞ്ഞ് പെണ്ണുകേസിലൊന്നും പെടാതെ തന്നെയാണ് പിണറായി വിജയൻ ഇന്നും കേരളം ഭരിക്കുന്നത്. ജിൻഡോ ജോൺ ഷാഫിയോടുള്ള വൈരാഗ്യം കൊണ്ടാകാം ചിലപ്പോൾ ഈ വെല്ലുവിളി നടത്തിയത്. ഷാഫിക്ക് അല്പമെങ്കിലും ചങ്കൂറ്റമുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. നിലവിലെ MP സ്ഥാനം രാജിവെച്ച് യുവാവായ താങ്കൾ വൃദ്ധനായ പിണറായിക്കെതിരെ ഒന്ന് മത്സരിച്ച് നോക്കുക. അതിനുശേഷം ഷാഫി ഒരു 5 കൊല്ലം കൂടെ കാത്തിരിക്കേണ്ടി വരും. വർഗീയ പാർട്ടികളുടെ സഹായമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും ജയിച്ച് നിയമസഭയിലേക്ക് എത്താൻ. ഹെഡ്മാസ്റ്റർ ഷാഫി കണ്ട സ്കൂളല്ല ധർമ്മടം, അത് വേറെ യൂണിവേഴ്സിറ്റിയാണ്.